നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുണിന്റെ പേരിൽ ഒരു ചാർജും ഇല്ല. താങ്ക് യു മാഡം. നമുക്ക് കാണാൻ വക്കീലേ. കാണാം കാണാം. സർ, അല്ല നിങ്ങള്? ഞാൻ അഡ്വക്കേറ്റ് റാം. എന്നെ പുറത്തിറക്കാൻ വേണ്ടി നിങ്ങൾ ആരെ ചുമതലപ്പെടുത്തിയത്? എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആണോ? അല്ല. പിന്നെ തൽക്കാലം വരുൺ പുറത്തിറങ്ങിയല്ലോ, അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. റൈറ്ററുടെ അടുത്തുനിന്ന് ഒപ്പിട്ടിട്ട് വേണം പോവാൻ. പൊയ്ക്കോളൂ. വരൂ, വാ. ഹലോ, എന്തായി സർ? ജാമ്യം നിഷേധിക്കാൻ ഡിവൈഎസ്പി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കോർട്ട് ഓർഡർ എടുത്ത് കൈ കൊടുത്തപ്പോ പിന്നെയൊക്കെ വേറൊന്നും പറയാനില്ലാതായി. വരുണിനെ വിട്ടു. താങ്ക് യു. മാഡം പറഞ്ഞതുപോലെ ആര് പറഞ്ഞിട്ടാ ഇടപെട്ടെന്നുള്ളത് വരുൺ സാറിനോട് ചോദിച്ചിരുന്നു. സാറ് മാഡത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സാറിനെ പിന്നീട് വിളിച്ചോളാം. ഓക്കെ മാഡം. ചേച്ചി, രാധിക ഒന്ന് വിളിക്കൂ. മാഡം, മാഡം, ക്ലാസ്സിലായിരുന്നു രാധിക. അല്ലെങ്കിൽ അവളവിടെ വിഷമിച്ച് നിൽക്കായിരുന്നു. എന്തിനാ വിഷമിക്കുന്നേ? ആ പ്രശ്നം തീർന്നു. വരുണിനെ പോലീസുകാർ വിട്ടു. സത്യം? എന്നെ ഇപ്പൊ അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. വരുണിന്റെ പേരിൽ ഒരു ചാർജും ഇല്ല. താങ്ക് യു മാഡം. ഈ ഒരു കാര്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വരുൺ പാവ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളാ. എനിക്ക് മാഡം, ഞാനെന്റെ വീട്ടിൽ പോയിക്കോട്ടെ. അവിടെ ചെന്ന് എല്ലാരോടും പറയണം. എന്നിട്ട് ഞാൻ ഇന്ന് തിരിച്ചു വരില്ല. കുറെ നേരം ഭഗവാന്റെ മുന്നിൽ ഇരിക്കണം. മാഡത്തിനെ കൊണ്ട് ഈ ഉപകാരം ചെയ്യാൻ ഭഗവാൻ തോന്നിപ്പിച്ചല്ലോ. വരുൺ രക്ഷപ്പെട്ടല്ലോ. ഞാൻ പോയിക്കോട്ടെ. പോയിക്കോളൂ.
സമാധാനത്തോടെ പോയിക്കോളൂ. ശരി മാഡം, ഞാൻ പോവാ. ഇറങ്ങട്ടെ. ശ്യാമ ശ്രദ്ധിച്ച അവളെ. വരുണിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്ക് എന്ന് പറഞ്ഞ് അവളെന്തോ പറയാൻ വന്നു. പെട്ടെന്ന് അവളത് പറഞ്ഞുമില്ല. അതെന്താ അങ്ങനെ? കാര്യം എനിക്ക് മനസ്സിലായില്ല. ഏറ്റവും പ്രിയപ്പെട്ടവനോട് തോന്നുന്നൊരു വൈകാരികത. നമ്മൾ ചിന്തിക്കുന്ന ഒന്നും ശരിയായിരിക്കാൻ സാധ്യതയില്ല. എപ്പോഴെങ്കിലും നമുക്കത് കുട്ടിയോട് ചോദിക്കണം. എന്തോ അങ്ങനെ മനസ്സിൽ തോന്നിപ്പോയി. അത് ചോദിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. അവൾ എനിക്ക് ഉമ്മ തരുന്നു, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ. ചേച്ചി, എന്റെ മോൾ എന്നെ ഉമ്മ വെച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിലെ സ്വപ്നങ്ങള് ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈശ്വര, കൃഷ്ണ, കൃത്യസമയത്ത് മാഡത്തിന് അങ്ങനെ സഹായിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ വരുൺ എപ്പോഴും പുറത്തെത്തില്ലായിരുന്നു. വരുണിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമ തന്നെ ആയിരുന്നില്ലേ? അതെ, എന്റെ കടമ തന്നെയാ. വരുണതറിയണ്ട, ആരും അതറിയണ്ട. മോളെ, ഒരുപാട് നേരമായി പൂജാമുറിയിലിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.